സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് സർവ്വ പാട്ടുകാരികളും രംഗത്ത് വന്നു. ഓരോരുത്തർക്കും ഇപ്പൊ എന്തൊരു ധൈര്യമാണ്. ഇജ് കണ്ടീണാ, മറ്റേ മൊഞ്ചത്തീനെ കണ്ടീണാ, മറ്റോരെ കണ്ടീണോ? ഓരോ പെണ്ണും ഓരോ നാട്ടുകാരുടെ പേരിൽ ഇങ്ങനെ പെങ്ങളെ ജന്നെ കണ്ടീണോ? കണ്ടിട്ടില്ലെങ്കിൽ വാ എന്ന് പറഞ്ഞ് നിന്റെ ശരീരം കാണാൻ വേണ്ടി നീ ആണുങ്ങളെ വെല്ലുവിളിക്കുന്നുവോ? ഖബറിൽ കിടക്കണ്ട പെങ്ങളെ, ഖബറിൽ പോയി കിടക്കണ്ട. ഏത് നാട്ടുകാരിയാണെങ്കിലും എത്ര മൊഞ്ചുള്ളവളാണെങ്കിലും അല്ലെങ്കിലും ഈ കണ്ണും ഈ ശരീരവുമൊക്കെ അതേ നിന്റെ ബോഡി ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കാലമാ പ്രിയമുള്ളവരെ അത് നിൽക്കുന്നത്? അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓ സഹോദരി സഹോദരാ, ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ കൊണ്ടുപോയി നിന്റെ ശരീരം കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നീ കണ്ടിട്ടില്ലെങ്കിൽ വാന്ന് വിളിച്ച് വരുത്തിയ സർവരെയും അവരല്ല നിന്റെ ബോഡി കാണാൻ വരുന്നത്. ചിതലും പുഴുക്കൾ തവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ആ ബോഡി അങ്ങ് വെച്ച് കഴിഞ്ഞ് പിരിഞ്ഞു പോരുമ്പോഴേക്ക് 2-3 ദിവസം കൊണ്ട് നിന്റെ കവിള് പൊട്ടിയൊലിച്ചു. മുട്ട പൊട്ടിയൊലിക്കും പോലെ കണ്ണ് പൊട്ടിയൊഴുകി. നിന്റെ മുഖത്ത് പിന്നെ 2 ഗുഹ മാത്രമാ കാണുന്നത്. ആര് കണ്ടാലും പേടിച്ചരണ്ട് പോകുന്ന ഒരു രൂപമായി നിന്റെ മാറു പൊട്ടി, നിന്റെ വയറ് പൊട്ടി, ശരീരം മുഴുവനും പൊട്ടിയെളിഞ്ഞ് ഖബറിൽ ചെതലും പുഴുക്കൾ തിന്നുന്ന ആ ബോഡി മറക്കേണ്ട ഭാഗം മറച്ചു വെക്കാൻ പഠിപ്പിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ധിക്കരിച്ചുകൊണ്ട് നീ സ്റ്റേജിൽ കയറിയിട്ട് നീ റിയാലിറ്റി ഷോയിൽ ആടുകയാണോ പെങ്ങളെ? പാടുകയാണോ പെങ്ങളെ? സ്വന്തം പെൺകുട്ടിയുടെ ശരീരം ഇങ്ങനെ അന്യാണുങ്ങളുടെ മുമ്പിൽ റിയാലിറ്റിയായി കാഴ്ചവെച്ചു കൊടുത്തിട്ട് കൈയടിക്കുന്ന ഉമ്മ, കൈയടിക്കുന്ന പെങ്ങളെ, കൈയടിക്കുന്ന ഉപ്പമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അവിടുന്ന് എന്താ ഈ സമൂഹത്തോട് പഠിപ്പിച്ചത്? സയകൂനു ഫി ആഖിരി സമാനി ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ. അന്ത്യനാളിന്റെ അവസാനം അതാ, കാലം അവസാനിക്കാൻ പോകുമ്പോൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. കീഴ്മേൽ മറിക്കുന്ന ശിക്ഷ വരും, അതുപോലെ തന്നെ കോലം മാറ്റപ്പെടുന്ന ശിക്ഷ വരും, സൽസലകൾ രാജ്യത്തുണ്ടാകും. വമതാദാലിക യാ റസൂലല്ലാഹ്, സഹാബത്ത് പേടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ അങ്ങനെയുള്ള ശിക്ഷ വരുന്ന ആ കാലം എപ്പോഴാ സംഭവിക്കുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, റിയാലിറ്റി ഷോ കണ്ട് രസിക്കുന്ന ഉമ്മ, പെങ്ങളെ, സഹോദരാ, അത് വീട്ടിൽ വെച്ച് കണ്ട് ആസ്വദിക്കുന്നവരെ, അതിൽ പങ്കെടുക്കുന്നവരെ, അതിന് സിച്ചോൺ കർമ്മം നടത്തിയ തങ്ങളെ, അതിന് വേണ്ട രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമാണെന്ന് പഠിപ്പിക്കുന്ന പാർട്ടിയുടെ അമീർ അവറുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോ. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക? ഇതാ ലഹറത്തിൽ ഖൈനാത്ത്, ഡാൻസുകാരികൾ രംഗത്ത് വരുമ്പോൾ, വൽ മആസിഫ്, സംഗീതോപകരണങ്ങളും തിമർത്താടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഈ സമുദായം പിടികൂടപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പരലോക ഭയമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചോളൂ.